ഇനി 123 പറയുന്നത് ഇല്യാസും ദൂതന്മാരിൽ ഒരാൾ തന്നെ. അദ്ദേഹം തന്റെ ജനതയോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം: നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? നിങ്ങൾ ബാലിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഏറ്റവും നല്ല സൃഷ്ടികർത്താവിനെ വിട്ടുകളയുകയുമാണോ? ബാൽ എന്ന വിഗ്രഹത്തെ ആരാധിച്ചിരുന്ന ആ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവരോട് ചോദിക്കണം എന്താ, നിങ്ങൾ ബാലിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണോന്ന്? നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സൃഷ്ടികർത്താവ് ഇല്ലേന്നാ ചോദിക്കുന്നത്. അഥവാ നിങ്ങളുടെയും നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെയും രക്ഷിതാവായ അള്ളാഹുവെ വിട്ടിട്ട് എല്ലാ പ്രവാചകന്മാർ ഏത് സൃഷ്ടാവിന് വേണ്ടിയിട്ടാണോ വാദിച്ചത്, ഏത് സൃഷ്ടാവിന് വേണ്ടിയിട്ടാണോ അവരൊക്കെ തന്റെ സമുദായത്തിന് താക്കീത് കൊടുത്തത്, ആ സൃഷ്ടാവിനെ വിട്ടിട്ട് നിങ്ങൾ ബാൽ എന്ന വിഗ്രഹത്തെ നിങ്ങൾ ആരാധിക്കുകയാണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ സൃഷ്ടാവ് ആരാണ് എന്നുള്ള സത്യം. പിന്നെ ഇവിടെ 133 ലൂത്ത് നബിയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ 139 പറയുന്നത് യൂനസ് നബിനെ പറ്റിയിട്ടാണ്. യൂനസും ദൂതന്മാരിൽ ഒരാൾ തന്നെ. അദ്ദേഹം ഭാരം നിറച്ച കപ്പലിലേക്ക് ഒളിച്ചോടിയ സന്ദർഭം ശ്രദ്ധേയമത്രേ. എന്നിട്ട് അദ്ദേഹം കപ്പൽ യാത്രക്കാരോടൊപ്പം നറുക്കെടുപ്പിൽ പങ്കെടുത്തു. അപ്പോൾ അദ്ദേഹം പരാജിതരുടെ കൂട്ടത്തിലായിപ്പോയി. അങ്ങനെ അദ്ദേഹം ആക്ഷേപത്തിന് അർഹനായിരിക്കെ ആ വൻ മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി. എന്നാൽ അദ്ദേഹം അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ലെങ്കിൽ ജനങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ അതിന്റെ വയറ്റിൽ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞുകൂടേണ്ടി വരുമായിരുന്നു. യൂനസ് നബി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. യൂനസ് നബിനെ ആ മീന് പുറത്തേക്ക് തള്ളി. അദ്ദേഹത്തെ അനാരോഗ്യവനായ നിലയിൽ തുറന്ന സ്ഥലത്തേക്ക് നാം തള്ളി. അദ്ദേഹത്തിന്റെ മേൽ ഞാൻ യക്തീൻ വൃക്ഷം മുളപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ നാം 100,000 അതിലധികമോ വരുന്ന ജനവിഭാഗങ്ങളിലേക്ക് നിയോഗിച്ചു. അപ്പോൾ 100,000 അതിലുപരി വരുന്ന ജനസമുദായത്തിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് യൂനസ് നബിനെ നിയോഗിച്ചു. യഥാർത്ഥ സത്യത്തിന്റെ മാർഗം അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ വിശ്വസിക്കുകയും തൽഫലമായി കുറെ കാലത്തേക്ക് അവർക്ക് നാം സുഖജീവിതം നൽകുകയും ചെയ്തു. ഇവിടെ നമ്മൾ പറയാനുള്ള കാരണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മാധ്യമാവ് വരും. ആ മാധ്യമാവ് വരുന്ന സമയത്ത് നമുക്ക് നല്ല ഐശ്വര്യത്തിന്റെ ഒരു കാലം വരും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യഥാർത്ഥ സൃഷ്ടാവിന്റെ സത്യങ്ങൾ പുറത്തു വരുന്ന സമയത്ത് അത് വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് അള്ളാഹു പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകും. അതിലുപരി അത് നിഷേധിക്കുന്ന ജനങ്ങൾക്ക് ശിക്ഷ വരും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കാര്യമാണ് ഇവിടെ പറയുന്നത്. കാരണം യൂനസ് നബിനെ തന്റെ സമുദായം അംഗീകരിച്ചിട്ടുണ്ട് അധിക പേരും. അപ്പൊ അതുകൊണ്ട് അവർക്ക് കുറെ കാലത്തേക്ക് അവർക്ക് സുഖജീവിതം നൽകി എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ നമുക്കും നല്ലൊരു കാലം നമ്മളെ ഭൂമിയിൽ വരണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ സൃഷ്ടാവിന്റെ സത്യങ്ങൾ അംഗീകരിച്ച് മനുഷ്യർ ജീവിച്ചാലേ ഭൂമിയിൽ നീതി നടപ്പിൽ വരുള്ളൂ. ഷുഹൈബ് നബിയുടെ ചരിത്രത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അധ്യായം 7 സൂറ അഹ്റാഫിലെ 96 പറയുന്നത്: ആ നാടുകളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു.